തേയിലമരത്തോട്ടത്തിലൂടെ വാഗമണ്ണിലേക്കൊരു യാത്ര. ഇത് മോണോലിസ് ആണോ അതോ മൈനസ് ആണോ? നമ്മുടെ ഭാഷയെ മോണോലിസ് എന്ന് പറയും. ശരിക്കും മയോണൈസ് എന്ന ആൾക്കാർ ഉണ്ടാക്കുന്നത്. ഓ ശരി. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഗൾഫിൽ നിന്ന് വന്നൊരു സുഹൃത്ത് പറഞ്ഞ് എന്നാൽ ഒരു യാത്ര പോകാമെന്ന്. അങ്ങനെ ഞാൻ ഇവരുടെ കൂടി കുട്ടിക്കാനം വഴി വാഗമണ്ണിലേക്കൊരു യാത്ര. ആര് വന്നാലും ഇവിടെ ഇറങ്ങാതെ പോകാത്തവർ ചുരുക്കമാണ്. ഞങ്ങളും അവിടെ ഇറങ്ങി. ഈ വെള്ളത്തിലൂടെ ചിലപ്പോൾ കല്ലുകളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ഒരു 2.5 മണിക്കൂറോളമായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കറിയൊന്നും ഒഴിക്കാതെ ഇങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ ഇതിലൊന്നും വീഴിക്കരുത്, മാറ്റി വെച്ചു. ഈ ചോറ് കുറച്ച് എവിടെ വെച്ചു? ഞാൻ ഇച്ചിരി ചോറ് കൂടെ മേടിക്കണമല്ലോ. മുട്ട പൊരിച്ചത് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? വേണ്ടവര് കഴിക്കേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പശുക്കൾ മേയുന്ന സ്ഥലത്താണ് അടുത്ത സ്റ്റേ ചെയ്തത്. പശുവിൻ്റെ ഫോട്ടോകൾ എടുക്കുകയാണ് കൂടെ വന്നവരൊക്കെ. നീണ്ടു കിടക്കുന്ന പ്രകൃതി മനോഹരമായത്. ഈ നടന്നു വരുന്ന പശുവിനെ ഒന്ന് തൊടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് പേടിച്ചു പോവുകയാണ്. വീണ്ടും യാത്ര തുടരുന്നു. ഈ കാണുന്നതൊക്കെ തേയില മരങ്ങളാണ്. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും തേയില ചെടിയാണെന്ന്. ഇവിടാണ് ജോസഫ് ഷൂട്ടിയ സ്ഥലം. പള്ളിക്കുന്ന് ഇതിനകത്താണോ അതോ ഇവിടെ സ്റ്റോംസിംഗ് ഫിലിംസിൽ ഒരു കഥ എഴുതി തിരക്കഥ റെഡിയായി പടം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ആലോചനയും കൂടെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു റിഹേഴ്സൽ പോലെ എടുക്കുന്ന ഷോട്ടുകളാണെന്നേ ഉള്ളൂ.
ഈ താഴെ കാണുന്നത് ഇതും വാഗമൺ റൂട്ടാണ്. പോരുത് മാറ്റി മിറാക്കിൾ ഫുണ്ടായിരുന്നു. എടീ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടോ? കൂടെ വന്നവർക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി അവർ ഡാൻസ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട്. ഇതാണ് അവിടുത്തെ ബെഡ്റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീടാണ്. വൈകിട്ട് ഗ്രില്ലടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂള്. സോണി എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ പോലെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റിനാണ്. ഇടയ്ക്ക് കമൻട്രി പറയാനൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ ഈ എന്തെങ്കിലും പറയണമെന്ന് വെച്ചിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ആർക്കൊരു ബോറടിക്കുന്നോട്ടെ ക്ഷമിക്കണം. വലിയ പറഞ്ഞ് ശീലമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ഈ ഇതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ ഗ്രില്ലുണ്ടാക്കാനുള്ള തീ കൊളുത്തി തുടങ്ങിയേക്കുകയാണ്. ഞാൻ സവോളയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കിട്ടണ നല്ലതായിരുന്നു. അല്ലേ എക്സ്ട്രാ ഉണ്ടാവുമോ? പട്ടം കാണില്ല. ഞാനിറങ്ങി പത്ത് പത്തി എടുക്കുന്ന പണിയെടുക്കുക. നാലഞ്ച് പേരുണ്ടെങ്കിൽ ഇവരെ പോയി ഒന്ന് നിൽക്കുന്നത് നല്ല രസമുള്ള അനുഭവമായിരിക്കും. പിന്നെ സഞ്ചാരം ചാനൽ പോലത്തെ പരിപാടിയല്ല. ടൂറ് പോയപ്പോഴത്തേക്ക് എടുത്തതേ ഉള്ളൂ. പറ്റത്തില്ല. ഇങ്ങനെ ഗ്രില്ലെല്ലാം അടുക്കി വെച്ച് കനലിൽ കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. अभी बाहर जाएगा तो कुछ दुकान मिलेगा ये लेने के लिए बस यही वो सब्जी वाला कुछ वगैरह बहुत आसान है. टाउन जाना है हो गया कि गिर नहीं मिला. ओके आराम से चलेगा. അത് വെക്കാനായിട്ട് ठीक है बेटा. സ്റ്റെപ്പിൻ്റെ പൊക്കം ഉണ്ടെന്ന് പറഞ്ഞ് ചാടി.
നിന്റെ ശലീന മൗനമാകും. എന്നാ പറയുന്നത്, ഒരു അത് മുട്ട വിരിഞ്ഞല്ലേ? ഇത് ചത്തു പോയിരിക്കാനുള്ള കുത്തിയപ്പാണ് ഈ എടുക്കുന്നത്. അതാണ് ഈ കുത്തിയപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത്. ഇതിൽ നിൽക്കാൻ ഇല്ല. അതെ. മറ്റേ ഇടയിൽ കരിക്കാത്തിടേണ്ട വരും. അതെ. മതി ഒരു 3. ഫുഡ് കഴിക്കുന്ന സീനുകളൊന്നും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. ഇത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഒരുപാടൊന്നും കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. റൂമെല്ലാം വെക്കറ്റ് ചെയ്ത് ഞങ്ങൾ യാത്ര പിന്നെ തിരിക്കുകയാണ്. പ്രകൃതികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് തിരിച്ചുള്ള യാത്രകളും. അത് കുറച്ച് കളറും കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ തേയില പറിക്കുന്ന സീനുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാമോ നിനക്ക്? പണ്ടൊക്കെ കൈകൊണ്ട് പിച്ചുകയായിരുന്നു, ഇപ്പം മെഷീനും കൊണ്ടുള്ള പരിപാടിയാണ്. മിസ്റ്റ് വരുമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വിചാരിച്ച പോലെ വന്നില്ല. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ്. വീണ്ടും യാത്രകൾ തുടരുകയാണ്. ഹൃദയം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് അടുത്ത യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മലയുടെ മുകളിൽ നിന്ന് ഒരു അരുവി വരുന്നിടത്തോട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പോകുന്നത്. കല്ലടക്കിയുള്ള ഒരു ചെറിയ പരിപാടിയിലാണ് ആ പയ്യൻ.
അടുത്ത നല്ല ആഹാരം എവിടെ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി വെക്കുകയാണ്. ഓക്കെ, റൈസും വന്നു. ഒന്നും വർണ്ണിക്കുന്നില്ല, കാരണം അതിനുവേണ്ടി വന്നു. ഇത് മോണോലിസ ആണോ അതോ മയണൈസ് ആണോ? നമ്മുടെ ഭാഷയെ മോണോലിസ എന്ന് പറയും, ശരിക്കും മയോണൈസ് എന്നാണ് ആൾക്കാർ ഇട്ടേക്കുന്നത്. ഓ ശരി. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഈ യാത്ര അങ്ങനെ അവസാനിക്കാറായി. ഇനി നല്ല പ്രോഗ്രാമായിട്ട് ഈ ചാനലിൽ വരുന്നതായിരിക്കും. കൂടുതലും ഫിലിം സംബന്ധമായിട്ടുള്ളതാണ്. അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.